പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവർ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗമുള്ളടുത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും ഇരിക്കുന്ന ദൈവാഭിഷേകത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റിക്കൊണ്ടേയിരിക്കണം, മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ വീട്ടിലില്ല ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാം കാണുന്ന ദൈവം എല്ലാത്തിനും തട്ടിപ്പ് ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുകയാണ്. എൻ്റെ മകൾ, ഇത് വളരെ ലളിതമാണ്. എന്താ കാര്യത്തിൽ അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനൊരു അംബികസിലേക്ക് പൗലോസപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല, ഞാൻ മൂക്കിന് നോക്കി ഇടിക്കണം. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ഇപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത് അമ്മയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവം അത് ചെയ്തു തരും. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദൈവികമായ പദ്ധതിയാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനേ, ഹല്ലേലൂയ. പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. അച്ഛൻ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ കൈകളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പാടില്ലാത്ത സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തുതിപ്പും അറിയാൻ പാടില്ലാത്തവർ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവേ, നിന്റെ തിരുമുറിവാകുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അഭിഷേക കരങ്ങള് അങ്ങനെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പിടർ പോലെ, വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഞങ്ങൾക്ക് ഇടിച്ചിറങ്ങട്ടെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ വിശുദ്ധമായ രക്തം, കർത്താവിന്റെ ശക്തി, സ്വർഗീയ ശക്തി, ദൈവിക ശക്തി, സുവിശേഷത്തിന്റെ ശക്തി ഈ നിമിഷം ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ആത്മഹത്യാ ബോധങ്ങള്, അതുപോലുള്ള എല്ലാവിധ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരരോഗങ്ങൾ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇനിയുള്ളത്.
കരൾ രോഗങ്ങൾ, ആ സമയത്ത് കരളിൻ്റെ അവിടെ കൈവെക്കണം. ഹൃദയ രോഗങ്ങൾ, ബ്ലോക്കുള്ളവർ, ചിലപ്പോൾ നിങ്ങളായിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ അപ്പനായിരിക്കും. അപ്പം നിങ്ങൾ അപ്പൻ്റെ പേരിൽ നിങ്ങളുടെ നെഞ്ചത്തെ കൈവെക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് പിന്നീട് അലയേണ്ട കാര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ജെയ്സൺ അവസാനം പറയുന്നൊരു സമയമുണ്ട്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്, ഞാൻ യഥാർത്ഥ സ്ഥലത്താണ് വന്നതെന്ന്. ആ ഒരു ബോധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ്. നിങ്ങൾ ആ വിശ്വാസികളുടെ അനുഭവം പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കുക, അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നടുവിന് വേദനയുള്ളവരുണ്ടാകും. ഞാൻ ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വിക്സിനും അതുപോലെ തന്നെ ഇടുപ്പലിനും വേദനയുള്ളവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അവരിവിടെ വരുന്നവർക്കല്ലേ ആ സൗഖ്യം വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒത്തിരി പേര് അതുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കൈ ആ നടുവിന് വെക്കണം. ഉദരരോഗമുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ ചുരുങ്ങിയവരുണ്ടാകും. അവർ ഊടിന് താഴെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ 2 ട്യൂബുകൾ ഉണ്ടാകത്തില്ല. ഫിലിപ്പിൻ ട്യൂബ് 2 ഇല്ലെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ശരി, ഒരു കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിമിതികളുടെ അപരിമിതമായ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവിനെ എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതാണ്, നിങ്ങൾ നിന്നതല്ല, നിങ്ങൾ നിർത്തിയതാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാണ്. മുട്ടി കൊഴിയുന്നവർ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൂക്കിന് ദശ വളരുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തൊണ്ടയ്ക്ക് തൈറോയ്ഡുള്ളവരും തൈസോയിഡുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം വല്ലാണ്ടിരുന്ന് ചൂടാകുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, പ്രഷർ കൂടുന്നവരുണ്ട്, ഷുഗർ കുറയാത്തവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അസ്ഥിവേദനക്കാർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരം പൊട്ടി ഒരിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും അലർജി ഉള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയം. ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നാമത്തെ സ്വന്തം കർത്താവേ, ആമാശയ രോഗികള്, ക്ഷയരോഗികള്, കർത്താവ് മാരക രോഗികൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അസ്ഥി രോഗികളെ കർത്താവ്, പേശി രോഗികളെ, ശിഷ്ടമുള്ളവരെ കർത്താവേ, കർത്താവ് മുഴകളുള്ളവരെ കർത്താവേ, കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസനം ആൾത്താരെ ജീവിത കർത്താവിന് കൃപാസനത്തിന്റെ ആൾത്താരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരണത്തിന്റെ അടയാളമാകാൻ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പരീക്ഷ പൊട്ടിപ്പോയവര്, പുതിയ പരീക്ഷ എഴുതാൻ പോകുന്നവര്, വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവര്, ജപ്തി നടപടി നേരിടുന്നവര്, അതുപോലെ തന്നെ സ്ഥലങ്ങളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വീട് വെച്ചുകൊണ്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ട വിസ ഇനി പുതുക്കി കിട്ടാത്തവര്, വിദേശ രാജ്യങ്ങളിലേക്ക് വിസ പുതുക്കി കിട്ടാതിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ കടങ്ങൾ വന്നിരിക്കുന്നവര്, വിവാഹത്തിൽ ഒത്തുചേരാത്തവര്, വിവാഹത്തിന് ഒരുങ്ങുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹം പിരിഞ്ഞിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഒഴുകട്ടെ. ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്തോടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇയാൾത്താരെ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തടസ്സങ്ങളിൽ നീങ്ങിപ്പോയിക്കൊണ്ട് നിങ്ങളുടെ നാമത്തെ ആരാധനയിലൂടെ
വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവേ നന്ദി, പിതാവേ ആരാധന. സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൈകൾ കൂപ്പി അമ്മയുടെ മാധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ നീ വ്യക്തമാക്കി തന്നുവല്ലോ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ് എന്ന തിരുവചനത്തിലൂടെ ശോയെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തി ദൈവ കൃപയ്ക്ക് പാത്രീഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ ആവേ